ഹായ് ഫ്രണ്ട്സ്, സ്വർണ്ണവിലയിൽ വളരെ വലിയ ഉയർച്ച താഴ്ചകൾ കണ്ട ഒരാഴ്ചയാണ് നമ്മൾ കടന്നുപോയത്. കഴിഞ്ഞ 20-ാം തീയതി, അതായത് മാർച്ച് 20-ന് സ്വർണ്ണവില റെക്കോർഡ് ഹൈ അടിക്കുന്നത് നമ്മൾ കണ്ടു. അതിനുശേഷം ഇന്നലെ ഇന്നുമായിട്ട് ചെറിയ രീതിയിൽ സ്വർണ്ണവില താഴോട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ആഴ്ചയിലെ പ്രൈസ് മൂവ്മെൻറ്റ് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അതുകൂടാതെ ഈ മൂവ്മെൻറ്റിനുള്ള കാരണങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുകൂടാതെ ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമുള്ള ആളാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. നമ്മൾ ഡെയിലി സ്വർണ്ണവിലയുടെ മൂവ്മെൻറ്റ് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഷോർട്ട് വീഡിയോസ് ആയിട്ടാണ് ഇടാറുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഡെയിലി പ്രൈസ് മൂവ്മെൻറ്റ് അറിയാൻ പറ്റും. അപ്പോൾ അതുപോലെ നോട്ടിഫിക്കേഷൻസ് വരാനും ഈ വീഡിയോ ലൈക്ക് ചെയ്ത് വെക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ ആഴ്ച സ്റ്റാർട്ട് ചെയ്തത്, അതായത് തിങ്കളാഴ്ച 17-ാം തീയതി സ്റ്റാർട്ട് ചെയ്ത് 65,620 ഒരു പവൻ, അതായത് 8 ഗ്രാം സ്വർണത്തിൻ്റെ വില. ഇനി 18-ാം തീയതി അത് വർദ്ധിച്ച് 66,000 ടച്ച് ചെയ്തു. തൊട്ടടുത്ത ദിവസം വീണ്ടും നല്ല രീതിയിൽ ഉയർച്ച കാണാൻ പറ്റി. 66,320 20-ാം തീയതി എത്തിയപ്പോൾ ഈ മാസത്തെ ഏറ്റവും ഉയർന്ന വിലയായ 64,480 ടച്ച് ചെയ്യുന്നത് നമ്മൾ കണ്ടു. പിന്നീട് കഴിഞ്ഞ 2 ദിവസമായിട്ട് ചെറിയ രീതിയിൽ പ്രൈസ് താഴോട്ട് വന്നിട്ടുണ്ട്. ഇന്നലെ 320 രൂപ കുറഞ്ഞിരുന്നു. 66,160 ക്ലോസ് ചെയ്തത്. വീണ്ടും ഇന്നും കുറഞ്ഞിട്ട് 65,840 ഇന്ന് ക്ലോസ് ചെയ്തത്. അപ്പോൾ ഈ ആഴ്ചയിൽ തന്നെ നല്ലൊരു ഉയർച്ചയും അതേപോലെ തന്നെ ചെറിയ രീതിയിലുള്ള ഒരു താഴ്ചയും നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ഇതിനുള്ള കാരണങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണെങ്കിൽ, നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോസിലായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാരണം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. യുഎസിൻ്റെ താരിഫുമായി ബന്ധപ്പെട്ട കൺസേൺസ്. അതായത് അമേരിക്കയിൽ ട്രംപ് ചുമതല ഏറ്റെടുത്തതിന് ശേഷം താരിഫുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഏത് രാജ്യങ്ങൾക്കെതിരെ താരിഫ് ഏർപ്പെടുത്തും, അതുകൊണ്ട് ട്രേഡ് വാർ ഉണ്ടാവാനുള്ള കാരണങ്ങളുണ്ടാവും. അതൊക്കെ ലോകം ഭയക്കുന്നുണ്ട്. അത് കാരണം തന്നെ ഒരു അൺസർട്ടിനിറ്റി നിലനിൽക്കുന്നുണ്ട്. അത് സ്വർണ്ണവിലയുള്ള വളരെ വലിയൊരു മൂവ്മെൻറ്റിന് കാരണമാകുന്നുണ്ട്. ഇങ്ങനെയൊരു അൺസർട്ടിനിറ്റി നിലനിൽക്കുമ്പോൾ എപ്പോഴും ആൾക്കാർ ഷെയർ മാർക്കറ്റ് പോലുള്ള നിക്ഷേപങ്ങളിൽ നിന്ന് പണം പിൻവലിച്ച് ഗോൾഡ് പോലുള്ള കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ള നിക്ഷേപങ്ങളിലേക്ക് പണം മാറ്റാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വർണ്ണത്തിൻ്റെ ഡിമാൻഡ് വർദ്ധിക്കും. അങ്ങനെ സ്വർണ്ണത്തിൻ്റെ വില വർദ്ധിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു കാരണം US ഫെഡറൽ റേറ്റ് കട്ട് എന്നുള്ള ഒരു കാര്യം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാരണവും സ്വർണ്ണത്തിൻ്റെ വില വർദ്ധിക്കാനുള്ള കാരണമാണ്. പിന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യം, സെൻട്രൽ ബാങ്കുകൾ, അതായത് നമ്മുടെ RBI ആയാലും മറ്റു രാജ്യങ്ങളിലെ സെൻട്രൽ ബാങ്കുകളും സ്വർണം കൂടുതലായിട്ട് വാങ്ങിക്കൂട്ടുന്നുണ്ട്. അതും സ്വർണത്തിൻ്റെ ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്നുണ്ട്. അതും ഒരു കാരണമാണ് സ്വർണത്തിൻ്റെ ഡിമാൻഡ് വർദ്ധിക്കാനും അതുവഴി പ്രൈസ് കൂടാനുമായിട്ടുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞു, വാറിപ്പോൾ നിലനിൽക്കുന്നുണ്ട്. റഷ്യൻ വാറും അത് പൂർണ്ണമായിട്ട് നിന്നെന്ന് പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ ഈ പലസ്തീൻ വാറും വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഗ്ലോബലായിട്ട് ഒരു അൺസർട്ടനിറ്റി ഉണ്ടാകുമ്പോൾ എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ് ആൾക്കാർ ഇക്വിറ്റി എന്നുള്ള നിക്ഷേപത്തിൽ നിന്ന് സേഫ് ആയിട്ടുള്ള നിക്ഷേപങ്ങളിലേക്ക് പണം മാറ്റുക അവരുടെ. അപ്പോൾ ഗോൾഡിലേക്ക് മാറ്റുക. അതിനനുസരിച്ച് ഗോൾഡിന് ഡിമാൻഡ് കൂടുമ്പോൾ അതിൻ്റെ വിലയും വർദ്ധിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ഷെയർ ചെയ്യുക.